നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. BJP സംസ്ഥാനത്ത് നോട്ടമിട്ടിരിക്കുന്ന 6 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. കഴിഞ്ഞ തവണ സൂപ്പർ സ്റ്റാർ ആയിരുന്നു പത്തനംതിട്ട മണ്ഡലം. അങ്ങനെ ചമയങ്ങൾ അഴിച്ചുവെച്ച് സാധാരണക്കാരനായി മാറിയിരിക്കുകയാണിപ്പോൾ. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി വിധിയും പ്രതിഷേധങ്ങളും മുഖരിതമാക്കിയ അന്തരീക്ഷം ഓർമ്മകളിൽ മാത്രം. ശബരിമല വിഷയത്തിൽ നേട്ടമുണ്ടാക്കാമെന്ന് മനക്കോട്ട കെട്ടിയ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 3ാം സ്ഥാനത്തായി. ഇത്തവണ പുറത്തു നിന്നുള്ള നേതാക്കളുടെ പ്രവാഹവും പ്രചാരണത്തിലെ ആഡംബരവുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജ്യമെങ്ങും ശ്രദ്ധ നേടിയ മണ്ഡലം മലയോര മേഖലയുടെ ശാന്തതയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയിരുന്നു. പുതിയ 2 അതിഥികളുണ്ട്. CPM സ്ഥാനാർത്ഥി TM തോമസ് ഐസക്കും BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ആന്റോ ആന്റണി മണ്ഡലത്തിലെ പൂഞ്ഞാർ സ്വദേശിയാണ്. മുൻ മന്ത്രിയും CPMന്റെ മുതിർന്ന നേതാവുമായ ഐസക്കിന് മണ്ഡലം അപരിചിതമല്ല. സ്ഥാനാർത്ഥി അനിൽ ആന്റണിയാണെങ്കിൽ മണ്ഡലത്തിൽ എല്ലായിടത്തും പരിചയപ്പെടുത്തേണ്ടി വരുമെന്നായിരുന്നു BJPയിലേക്ക് ചേക്കേറിയ പൂഞ്ഞാർ MLA ആയിരുന്ന PC ജോർജിൻ്റെ പ്രതികരണത്തിൻ്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥികളെക്കാൾ ബഹുദൂരം മുന്നിലാണ് PC ജോർജ്. മുന്നണിയിലുള്ളവരും പുറത്തുള്ളവരും മണ്ഡലത്തിൽ പുറത്തുള്ളവർ പോലും ആ പ്രതികരണത്തിൻ്റെ ചൂടറിയുന്നുണ്ട്. പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലെ കനത്ത തോൽവിക്ക് ശേഷം ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാനുള്ള ശ്രമത്തിൽ ജോർജ് എത്തിപ്പെട്ടത് BJPയിലാണ്. മണ്ഡലത്തിൽ മത്സരിക്കാൻ BJP സീറ്റ് നൽകുമെന്നായിരുന്നു PC ജോർജിൻ്റെ പ്രതീക്ഷയെങ്കിലും അപ്രതീക്ഷിതമായിട്ടാണ് അനിൽ ആന്റണിയിലേക്ക് എത്തുന്നത്. മണ്ഡലത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൽ സ്വാധീനമുള്ള നേതാവാണ് PC ജോർജ്. ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് സമാഹരിക്കാൻ അനിൽ ആന്റണിക്ക് കഴിയുമെന്നാണ് പാർട്ടി കരുതുന്നതും. മറുഭാഗത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ആന്റോ ആന്റണി UDFനായി പ്രചാരണം ആരംഭിച്ചു. BJPക്കായി K സുരേന്ദ്രനും LDFനായി വീണ ജോർജും 2019 മത്സരിക്കാൻ ഇറങ്ങിയിട്ടും മണ്ഡലം നിലനിർത്തിയതിൻ്റെ ആത്മവിശ്വാസത്തോടെയാണ് ആന്റോ ആന്റണി പ്രചാരണ രംഗത്തിറങ്ങുന്നത്. 2009 മണ്ഡലം രൂപീകരിച്ച ശേഷം UDF മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ആദ്യ തെരഞ്ഞെടുപ്പിൽ 1,11,206 ഭൂരിപക്ഷം നേടിയാണ് ആന്റോ ആന്റണി MP ആയത്. 2014 തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചു. പക്ഷേ ഭൂരിപക്ഷം 56,000 വോട്ടായി ഇടിഞ്ഞു. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം 44,243 വോട്ടായി. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലും സർക്കാർ വിരുദ്ധ വോട്ടുകളിലുമാണ് പ്രതീക്ഷ. പാർട്ടിക്കുള്ളിലും കാര്യമായ തർക്കങ്ങളില്ല. അനിൽ ആന്റണിക്കെതിരെ അച്ഛൻ AK ആന്റണിയെ പ്രചാരണത്തിനെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ജനകീയ നേതാവെന്ന നിലയിലാണ് തോമസ് ഐസക്കിനെ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. ക്രൈസ്തവ വിഭാഗത്തിന് മണ്ഡലത്തിലെ സ്വാധീനവും പാർട്ടി പരിഗണിച്ചു. ആദ്യ തെരഞ്ഞെടുപ്പിൽ K അനന്തഗോപനെയും 2ാം തെരഞ്ഞെടുപ്പിൽ UDF വിമതൻ ഫിലിപ്പോസ് തോമസിനെയും രംഗത്തിറക്കിയെങ്കിലും LDFന് വിജയിക്കാനായില്ല. UDFന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനായി. ഐസക്ക് രംഗത്തിറങ്ങിയതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തെ മറികടക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ് പ്രചാരണ വിഷയം. തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. എല്ലാ മണ്ഡലങ്ങളും LDF ഭരിക്കുന്നു. കേരള കോൺഗ്രസ് ഒപ്പമുള്ളതും മണ്ഡലത്തിൽ ഒരു ശക്തിയാണ്. മണ്ഡലത്തിൽ നില മെച്ചപ്പെടുത്തുകയാണ് BJP. 2009 B രാധാകൃഷ്ണ മേനോൻ 56,294 വോട്ടാണ് നേടിയതെങ്കിൽ 2014 1,38,000 വോട്ടുകൾ നേടി. MD രമേശ് നില മെച്ചപ്പെടുത്തി. ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 15.98%. ശബരിമല വിഷയം വന്നതോടെ കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ നേടിയത് 2,97,000 വോട്ട്. ശബരിമലയിൽ കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ തവണത്തെ പ്രചാരണം. ഇത്തവണ സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയും കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങളുമാണ് പ്രചാരണ വിഷയം.